വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ? ഇപ്പോൾ രാവിലെ തന്നെയുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ രാവിലെ പാലൊക്കെ തിളപ്പിച്ച് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. മക്കൾ ആരും എണീറ്റിട്ടില്ല. ഇനി എല്ലാവരും പോയി വിളിച്ച് എല്ലാവരും കഴിപ്പിച്ചിട്ട് വിടണം. അങ്ങനെ കിച്ചു റാപ്പിഡോ ബുക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. ഇക്ക വേറൊരു വഴിക്ക് പോകാൻ വേണ്ടി പോയത് കാരണം കിച്ചു ആണ് ഇന്ന് റെസ്റ്റോറൻറ്റ് ഡ്യൂട്ടി നോക്കുന്നത്. അങ്ങനെ കിച്ചു പോയതിന് ശേഷം അക്കു അമ്മു ഞാനും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അക്കു എനിക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി തരികയാണ്. അമ്മു എനിക്ക് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി തരികയാണ്. അങ്ങനെ അക്കുവിനോട് ഞാൻ പറഞ്ഞു എല്ലാ ബുക്കും ടെക്സ്റ്റൊക്കെ ഒന്ന് ടേബിളിൽ അടുക്കി വെക്കാൻ പറഞ്ഞു. എല്ലാം നിരത്തി വലിച്ചു വാരി അവിടെയൊക്കെ ഇട്ടേക്കുമായിരുന്നു. അത് കാരണം അവനതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് ഇത് വേണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതേ ജൂലിമോൾ കിടന്ന് ഉറങ്ങുന്നത് എവിടെയാണെന്നറിയാം, നമ്മുടെ ഡൈനിങ് ടേബിളിനകത്താണ് കേട്ടോ. അപ്പോൾ മക്കൾ ടയേർഡായെന്ന് പറഞ്ഞാൽ കുറച്ച് സോഡാലയും ഒക്കെ അടിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ രണ്ടുപേരുടെ വന്ന് കിച്ചുവിൻ്റെ റൂമിൽ ബെഡ്ഷീറ്റ് വിരിച്ചിടുകയാണ് കേട്ടോ. രണ്ടുപേരുടെ അവിടെ വന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു മാങ്ങായും എടുത്തോട്ട് പോവുകയാണ് മക്കൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് റൂമിലോട്ട് കൊടുക്കാൻ പോയപ്പോൾ രണ്ടുപേരുടെ ദേ അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു കേട്ടോ. രണ്ടുപേരും എന്തോ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാങ്ങ തരാൻ ബാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുവാണ് രണ്ടുപേരെയും കൂടെ കേട്ടോ. അങ്ങനെ ടേബിളിൽ കൊണ്ടുവന്ന് ഇരുത്തി രണ്ടുപേർക്കൂടെ മാങ്ങ ഒക്കെ കൊടുത്ത് പിന്നെ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഗെയിം കളിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. മക്കളും ഞാനും എല്ലാം കഴിച്ചത്. പിന്നീട് കുറച്ച് നേരം അവർ റൂബിക് ക്യൂബ് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിത് അറിയത്തില്ല സെറ്റ് ചെയ്യാൻ. അങ്ങനെ അക്കു പറഞ്ഞു ഉമ്മയെ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് അക്കു പഠിപ്പിച്ച് തരുവാണ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. അതിനുശേഷം ഇവർ തുണി വിരിച്ചിട്ട് മുകളിലോട്ട് പോവുകയാണ്. കുളിച്ചിട്ട് വന്നിട്ട് അമ്മു കുളിച്ചിട്ട് വന്നിട്ട് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞു ഓറഞ്ച് കട്ട് ചെയ്ത് നിന്നോണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തൊലിയൊക്കെ കിച്ചണിൽ കൊണ്ടിടണമെന്ന് പറഞ്ഞത് കാരണം കിച്ചണിൽ കൊണ്ടിടുകയാണേ. പിന്നെ ഞാൻ ഇവരെ വേസ്റ്റ് കളയാൻ വേണ്ടി വെളിയിൽ പറഞ്ഞിട്ട് വേസ്റ്റ് കളയാൻ ഒരു സൗകര്യമില്ല. അങ്ങനെ കൊണ്ട് കളയാൻ പോയി വെളിയിലോട്ട് നോക്കി നിന്നപ്പോൾ ഇക്ക വന്ന് ദേ വണ്ടിയൊക്കെ ഒതുക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇക്കായ്ക്ക് ഒരു വാട്ടർ മില്ലൻ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് വാട്ടർ മില്ലനും എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ഇക്കായ്ക്കും കൊണ്ട് കൊടുത്തു, റൂമിലോട്ട് മക്കൾക്കും കൊണ്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഈവനിങ്ങിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എവിടെയാണെന്നല്ലേ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുങ്ങി മക്കളൊക്കെ താഴെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഞാൻ ലോക്കൊക്കെ ചെയ്തിട്ട് ഞാനും താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി കിച്ചുവിനെ വിളിച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അതിന് മുമ്പ് ഞാനും അക്കും കൂടെ ഒരു ഷോപ്പിൽ പോയി കയറുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 ഷർട്ട് എടുക്കണമായിരുന്നു. ഇക്കായും അമ്മവും കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഞാനും അക്കുവും വന്നാണ് ഈ ഷർട്ട് വാങ്ങിക്കാൻ ഷോപ്പിൽ കയറിയത്. അപ്പം ഇനി ഞങ്ങൾ കിച്ചുവിനെ വിളിച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് ആ സ്ഥലത്തോട്ട് പോകാൻ. ഏത് സ്ഥലമാണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം വീഡിയോ അവസാനം വരെ കാണണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് കയറി വരികയാണ്. അപ്പോൾ കിച്ചു ദേ ഇവിടെ കൗണ്ടറിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കിച്ചുവിനോട് പറഞ്ഞു ബാടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കിച്ചുവിനെ വിളിക്കുകയാണ്. അപ്പോൾ ഇവർ മൂന്നരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കയ്ക്ക് കുറച്ച് കണക്കൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഇക്ക കണക്കൊക്കെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. സ്റ്റാഫിനെ തന്നെ ഞങ്ങൾ ഷോപ്പ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് പോത്തീസ്, ചെന്നൈ സിൽക്സ് ഒക്കെ കണ്ടത്. അതുവഴിയൊക്കെ പാസ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. എവിടാന്നല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ചെയ്യും. കുറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ റോഡൊക്കെ. അപ്പോൾ ഞങ്ങൾ റോഡിൽ ബ്ലോക്കായി ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ പോയി ഞങ്ങൾ എത്തുന്നത് എവിടെയാണ്? ഇൻ്റർനാഷണൽ എയർപോർട്ട് ചെന്നൈ. അവിടെ ആര് വരുന്നതെന്നായിരിക്കും അല്ലേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാൻ ആളെ കാണിച്ചു തരത്തില്ല കേട്ടോ. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് കാണിക്കല്ലേ എന്ന്. അത് കാരണം ഞാൻ അയാളെ കാണിക്കത്തില്ല കേട്ടോ, ഫേസ് കാണിക്കത്തില്ലേ. അപ്പോൾ അയാളെ വിളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ എല്ലാവരും നേരെ പോയി കയറുന്നത് ഹോട്ട് ചിപ്സിലാണ് ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ അയാൾക്ക് വെജ് മതിയെന്ന് പറഞ്ഞത് കാരണം അപ്പോൾ അയാളെയും കൊണ്ട് ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്ത് മക്കളൊക്കെ അതേ മുന്നിൽ പോയി കയറുന്നുണ്ട്. അപ്പോൾ ഞാനും പോയി കയറുന്നുണ്ട് പുറകിലായിട്ട്. അങ്ങനെ കയറി ഞങ്ങളെല്ലാവരും അവർ മസാല ദോശയും ചപ്പാത്തിയും പൊറോട്ട ഒക്കെ ഓർഡർ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മു ഓർഡർ ചെയ്തത് ഗീദോശയായിരുന്നു. അങ്ങനെ 2 ഗീദോശ ഓർഡർ ചെയ്തു. പക്ഷേ അമ്മുവിനത് ഇഷ്ടപ്പെട്ടില്ല ആ ഗീദോശ. അമ്മു രണ്ടാമത് വേറെന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മു പറഞ്ഞു എനിക്ക് ഗീദോശ ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അമ്മു പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു. അത് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണിക്കുന്നില്ല കേട്ടോ. കാണിക്കേണ്ട ഫേസ് കാണിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അത് കാരണമാണ് കാണിക്കാത്തത്. അതിനിഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങളിനി വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാവരും ആ ഷോപ്പിൽ നിന്ന്
ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന് കയറിയപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഒരു മൊബൈൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മൂമ്മക്ക് ഒരു മൊബൈൽ, അക്കുവിന് ഒരു സാംസങ്ങിൻ്റെ ഒരു ടാബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് ഞാൻ ഒരെണ്ണം മാത്രം കാണിച്ചു തരാം. ബാഗ് ഒരുപാട് ഐറ്റം ഉണ്ട്, ഞാൻ ഒന്നും ഇതിനകത്ത് ഷെയർ ചെയ്യുന്നില്ല, ഷെയർ ചെയ്താൽ ശരിയാവത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഞാൻ ഒന്നും കാണിക്കുന്നില്ലേ. അപ്പോൾ സമയം എത്രയായി? രാത്രി 1:15. ആരും ഉറങ്ങിയിട്ടില്ല. ഇനിയാണ് ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ പോകുന്നത് കേട്ടോ. കിച്ചു അപ്പോൾ ഞങ്ങളുടെ റൂമിൽ വന്ന് ഇരിപ്പുണ്ട്, ഞാൻ കിച്ചിനെ കാണിച്ചു തരാവേ. അമ്മു അതിൻ്റെ ഇടയ്ക്ക് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അമ്മു അല്ല ഇന്ന് ഞങ്ങളുടെ റൂമിലാണ് കിടക്കുന്നത് കേട്ടോ. കിച്ചുവിനെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.